ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻട്രിയുടെ ഇന്നത്തെ ഈ സെഷനിലോട്ട് എല്ലാം കൂട്ടുകാർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ SSC CGL എക്സാം അനാലിസിസുമായിട്ടാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം CGL എക്സാംസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടുള്ള ഒരു എക്സാം അനാലിസിസ് ആണ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ ചെയ്തതിൽ എത്ര ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടും പിന്നെ അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സെഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ സമയം കളയേണ്ട, സെഷനിലോട്ട് കിടക്കാം. സോ നമുക്ക് സ്പീഡിൽ ചെയ്തു പോകാം, ഒരുപാട് സമയമൊന്നും കളയണ്ട, കാരണം ഒരുപാട് ഡീറ്റെയിൽസ് അത് നമ്മൾ പോകുന്നില്ല. ആദ്യത്തെ ചോദ്യം, ഹൂസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ടീച്ചേഴ്സ് ഡേ? ടീച്ചേഴ്സ് ഡേ നമ്മൾ സെപ്റ്റംബർ 5 സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ആരുടെ ബർത്ത്ഡേ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെതാണ് അല്ലേ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള ചില ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് അവരുടെ ബർത്ത്ഡേ അതും കൂടി ഒന്ന് നോക്കാം. November 14th ചിൽഡ്രൻസ് ഡേ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആണ്. August 20th സദ്ഭാവന ദിവസ്, രാജീവ് ഗാന്ധിയുടെ ബർത്ത്ഡേ ആണ്. January 23rd സുഭാഷ് ചന്ദ്രബോസിൻ്റെ ബർത്ത്ഡേ നമ്മൾ പരാക്രം ദിവസ് എന്ന് പറഞ്ഞാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് January 12th സ്വാമി വിവേകാനന്ദയുടെ ബർത്ത്ഡേ ആണ് നാഷണൽ യൂത്ത് ഡേ. ഓക്കെ, സോ ഇങ്ങനെ ഇതുപോലുള്ള കുറേ ഉണ്ടാവും, അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കണം. ക്ലാസിക്കൽ ഡാൻസ് കുച്ചിപ്പുടി ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ആയ കുച്ചിപ്പുടി? ആന്ധ്രാപ്രദേശിൻ്റെതാണ് അല്ലേ. ആന്ധ്രാപ്രദേശിലെ ഡാൻസ് ഫോമാണ് കുച്ചിപ്പുടി. നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ഫോംസും അതിൻ്റെ സ്റ്റേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെ നിന്ന് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെതാണ് കഥകളിയും മോഹിനിയാട്ടവും അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ അവിടുന്ന് തമിഴ്നാട്ടിലെത്തി, അവിടെയാണ് ഭരതനാട്യം. പിന്നെ ആന്ധ്രാപ്രദേശ്, അതാണ് നമ്മുടെ കുച്ചിപ്പുടി എന്ന് പറയുന്നത്. അപ്പോൾ സൗത്തിൽ നമുക്ക് ഈ 3 സ്ഥലത്തിനെ കൂടി പഠിച്ചു കഴിഞ്ഞാൽ 4 തീർന്നു. ഇനി 2 അതാത് സ്റ്റേറ്റിൻ്റെ പേര് വരുന്നതാണ്. അതായത് ഒഡീസയിൽ നിന്നുള്ള ഒഡീസിയും മണിപ്പൂരിൽ നിന്നുള്ള മണിപ്പൂരിയും. അപ്പോൾ ആ 2 പഠിച്ചു. പിന്നെ നമ്മുടെ ഉത്തർപ്രദേശ് റീജിയനിൽ വരുന്നതാണ് കഥക്കും അസാമിലെ സത്രിയ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ഫോംസും അതിൻ്റെ സ്റ്റേറ്റ്സും. Which movement was withdrawn by Gandhiji after Chauri Chaura incident? ചോറി ചോറ സംഭവം നടന്നതുകൊണ്ട് ഗാന്ധിജി പിൻവലിച്ചത് ഏത് സമരമാണെന്നാണ് ചോദിക്കുന്നത്. വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നിരുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് 1920 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു ഈ സമയത്ത് വൈസ്രോയ്. സോ എല്ലാം ഈ വിദേശി ഓഫീസസ്, സ്കൂളുകൾ ഇതെല്ലാം ബോയ്ക്കോട്ട് ചെയ്ത് അവരുടെ വസ്തുക്കളൊക്കെ ബോയ്ക്കോട്ടൊക്കെ ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 5th February 1922, അതും ചോദിക്കാറുള്ളൊരു ഡേറ്റ് ആണ്. 5th February 1922 ചോറി ചോര ഇൻസിഡൻറ്റ് നടക്കുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് ഗാന്ധിജി ഈ സമരം പിൻവലിക്കാനായിട്ട് തീരുമാനിക്കുന്നു. One Among You ഈസ് ദി ഓട്ടോബയോഗ്രഫി ഓഫ്? ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് One Among You? തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. അതായത് MK സ്റ്റാലിൻ്റേതാണ്. ഓക്കെ, MK സ്റ്റാലിൻ ഇപ്പോഴത്തെ തമിഴ്നാട് ചീഫ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് One Among You. അപ്പോൾ അതുപോലെ ചില ലീഡേഴ്സും അവരുടെ ഓട്ടോബയോഗ്രഫി നമുക്ക് നോക്കാം. ഓട്ടോബയോഗ്രഫി അല്ല, അവർ എഴുതിയിരിക്കുന്ന ബുക്സ് കേട്ടോ. ലാല ലാജ്പത് റായിൻ്റേതാണ് അൺഹാപ്പി ഇന്ത്യ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റേതാണ് ഇന്ത്യ ഡിവൈഡഡ്. LK അഡ്വാനിയുടേതാണ് മൈ കൺട്രി മൈ ലൈഫ്. PV നരസിംഹറാവുവിൻ്റേതാണ് ദ ഇൻസൈഡർ. ഓക്കെ, PV നരസിംഹറാവുവിൻ്റേതാണ് ദ ഇൻസൈഡർ. ഫേമസ് സിംഗർ ഗംഗുബായ് ഹങ്കൽ who won സംഗീത നാടക അക്കാദമി അവാർഡ് in 1973 belongs to which ഘരാന? സോ മ്യൂസിക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് കർണാടകയിൽ നിന്നുള്ള ഗംഗുബായ് ഹങ്കൽ. സോ അവർ ഏത് ഘരാന, വിച്ച് ഘരാനയിലാണ് അവർ ബിലോങ് ചെയ്യുന്നതെന്നാണ്. ഈ ഒരു പേഴ്സണാലിറ്റിയെ പറ്റി ഇതിന് മുന്നേയും CGL എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഗംഗുബായ് ഹങ്കൽ, അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കർണാടകയിൽ നിന്നാണ്. ഷി ബിലോങ്സ് ഫ്രം കർണാടക. കിരാന ഘരാന, സിംഗർ ഓഫ് ഖയാൽ ജോണർ കിരാന ഘരാന. കർണാടക സംഗീത നൃത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് 1962. പിന്നെ നമ്മുടെ സിവിലിയൻ അവാർഡ്സിൽ ഹയസ്റ്റ് അവാർഡ്സിൽ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഒക്കെ ഉണ്ട്. അതിൽ പത്മഭൂഷണും പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട്. IPL 2023 was held in which stadium? IPL 2023
ഫൈനൽസ് ആട്ടോ ചോദിച്ചിരിക്കുന്നത്. സോറി, ഇതിൽ ഫൈനൽ എന്ന് കൊടുത്തിട്ടില്ല, ഫൈനൽസ്. IPL 2023യുടെ ഫൈനൽ മാച്ച് നടന്നത് എവിടെ വെച്ചായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു? നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമിൽ വെച്ചിട്ടാണ് IPL 2023യുടെ ഫൈനൽസ് നടന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ജയിച്ചത്, ചെന്നൈ സൂപ്പർ കിങ്സ്. നൗ 2024 IPL ഫൈനൽസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് നടന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി. അപ്പോൾ ജയിച്ചത് ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ലേറ്റസ്റ്റ് ആയതുകൊണ്ട് അതൊന്ന് അറിഞ്ഞു വെക്കുക. 2024 IPL നടന്നത് MA ചിദംബരം സ്റ്റേഡിയത്തിലാണ്. ആൻഡ് അതിൽ ജയിച്ചത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. Economic liberalization in India started by which economic policy? ഏത് എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ലിബറലൈസേഷൻ വരുന്നത്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ 3 കാര്യങ്ങൾ ഇന്ത്യയിൽ വരുന്നത് ന്യൂ എക്കണോമിക് പോളിസി 1991ൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, 1991 ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ 3 കാര്യങ്ങൾ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഇതെല്ലാം ഇന്ത്യയിൽ വരുന്നത്. ഇത് കൊണ്ടുവന്നത് ആരാണ്? അന്നത്തെ പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവു ആയിരുന്നു. ഓക്കെ, if two equal force act in opposite direction on an object, the net force acting on it is, ഒരു ഓബ്ജക്റ്റ് അതിൽ 2 സൈഡിൽ നിന്ന്, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് അതിന് അപ്ലൈ ചെയ്താൽ നെറ്റ് ഫോഴ്സ് എന്താവും? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? അപ്പോൾ 0 ആയിരിക്കും അവിടുത്തെ നെറ്റ് ഫോഴ്സ്. വിച്ച് സ്ട്രേറ്റ് സെപ്പറേറ്റ്സ് US ആൻഡ് റഷ്യ? US-നെയും റഷ്യയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രേറ്റ് ഏതാണെന്നാണ്? ബെറിങ് സ്ട്രേറ്റ് ആണ്, ബെറിങ് സ്ട്രേറ്റ്. ഓക്കെ, അപ്പോൾ US എന്ന് നമ്മൾ പറയുന്നു, ആക്ച്വലി US-ലെ അലാസ്കയാണ്. അപ്പോൾ എക്സാമിൽ അലാസ്ക എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ബെറിങ് സ്ട്രേറ്റ് located between Alaska and Russia, only marine gateway between the icy Arctic and Pacific Ocean. Okay, അപ്പോൾ ബെറിങ് സ്ട്രേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാംസിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബെറിങ് സ്ട്രേറ്റ്. സ്ട്രേറ്റ് ഓഫ് ഗിബ്രാൾട്ടർ സെപ്പറേറ്റ്സ് അറ്റ്ലാന്റിക് ആൻഡ് മെഡിറ്ററേനിയൻ സീ. അറ്റ്ലാന്റിക് സീയും മെഡിറ്ററേനിയൻ സീയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് സ്ട്രേറ്റ് ഓഫ് ഗിബ്രാൾട്ടർ ആണ്, ഗിബ്രാൾട്ടർ. ഓക്കെ, ഓൾസോ സെപ്പറേറ്റ്സ് യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രേറ്റ് ആണ് പാക് സ്ട്രേറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ? ഹൈഡ്രോകാർബൺ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും കാർബണും ചേർന്ന് ഫോം ചെയ്തിരിക്കുന്നു. നൗ സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്. എന്താണ് സാച്ചുറേറ്റഡ്, എന്താണ് അൺസാച്ചുറേറ്റഡ്? സിംഗിൾ ബോണ്ട്, കാർബണിൻ്റെ ഇടയിൽ, 2 കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് സാച്ചുറേറ്റഡ് ആണ്. 2 കാർബൺ ആറ്റംസിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ കൊടുത്തിരുന്നതിൽ ഏതാണ് സാച്ചുറേറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അറിയാൻ മറ്റൊരു വഴി, പേരിൽ എന്താണ്, എങ്ങനെയാണ് അവസാനിക്കുന്നത്? ഏൻ വെച്ചിട്ടാണ് അവസാനിക്കുന്നതെങ്കിൽ, അതായത് ANEയിൽ അവസാനിക്കുന്നതൊക്കെ സാച്ചുറേറ്റഡ് ആയിരിക്കും. ആൽക്കെയിൻസ് ആണല്ലോ, അപ്പോൾ ANEയിലാണ്. ആൽക്കീൻസും ആൽക്കൈൻസും, അതായത് ENEയിലോ YNEയിലോ അവസാനിക്കുന്നതാണെങ്കിൽ, അതിൽ ENE ആണെങ്കിൽ ഡബിൾ ബോണ്ട് ഉണ്ടാകും, ആൻഡ് YNE ആണെങ്കിൽ അവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അൺസാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ കാര്യം പിടിയിട്ടില്ലേ? സാച്ചുറേറ്റഡ് എന്താണ്, അൺസാച്ചുറേറ്റഡ് എന്താണ്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഓക്കെ, ചന്ദ്രപ്രഭ വൈൽഡ് ലൈഫ് സാങ്ച്വറി is in which state? ചന്ദ്രപ്രഭ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശിലാണ് കേട്ടോ. A wealthy man in the early Vedic period was called dash. നമ്മുടെ വേദിക് പീരീഡ് തന്നെ നമ്മൾ ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏർലി വേദിക് പീരീഡിൽ ഒരു വെൽത്തി മാൻ, ഒരു റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയെ എന്താണ് വിളിച്ചിരുന്നത്? ഗോമത് എന്നാണ് വിളിച്ചിരുന്നത്. ബേസിക്കലി ഈ സമയത്ത് പൈസ അല്ല, നമുക്ക് ഈ എന്താണ് പശുവിനായിരുന്നു പ്രാധാന്യം. ഓക്കെ, അപ്പോൾ ആർക്കാണോ പശു ഉള്ളത് അതാണ് പശു ഉള്ളയാൾ, അപ്പോൾ അതാണ് ഗോമത് എന്ന് പറയുന്നത്. ഗോ എന്താണ്? പശു അല്ലേ? അപ്പോൾ വെൽത്തി മാൻ വാസ് നോൺ ആസ് ഗോമത്, ആൻഡ് അങ്ങനെയുള്ളൊരു വെൽത്തി മാനിൻ്റെ ഡോട്ടർ വാസ് കോൾഡ് ദുഹിത്രി. ഓക്കെ, ദുഹിത്രി, വിച്ച് മീൻസ് വൺ ഹു മിൽക്സ് ദ കൗ. ഓക്കെ,
പശുവിനെ കറക്കുന്നവൾ, അതാണ് ദുഹിത്രി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗവേഷണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക, സെർച്ച് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഗവേഷണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗവേഷണ ലിറ്ററലി മീൻസ് സെർച്ച് ഫോർ കൗ. ഓക്കെ, ആക്ച്വലി അതിൻ്റെ ഗവേഷണ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി പശുവിനെ അന്വേഷിച്ചു പോകുന്നതിനെയാണ്. ബട്ട് ഇറ്റ് ഓൾസോ മീൻസ് battle, since battles were fought for cattle. Okay. Which of the following ruler is related to Gurjar Pratiharas? നമ്മളെ ഏർലി മെഡീവിയൽ പീരീഡിൽ കന്നൗജിന് വേണ്ടിയിട്ട് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളിൽ ഇൻവോൾവ് ആയിരിക്കുന്ന വൺ ഓഫ് ദ പാർട്ടീസ് ആണ് അല്ലേ. ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ 3 പേരുണ്ട്, പാലാസ്, ഗുർജർ പ്രതിഹാരാസും രാഷ്ട്രകൂട്ടാസും അല്ലേ. പാലാസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ബംഗാൾ റീജിയൻ ആ സൈഡിലോട്ട് വരുന്നത് അല്ലേ. ആൻഡ് വെസ്റ്റിൽ വരുന്നതായിരുന്നു ഗുജറാത്ത് രാജസ്ഥാൻ റീജിയനിൽ ഗുർജർ പ്രതിഹാരാസും, ഡെക്കൻ റീജിയനിലുണ്ടായിരുന്നതാണ് രാഷ്ട്രകൂട്ടാസ്. ഇവർ 3 പേരുമാണ് കന്നൗജിന് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നവർ. അതിൽ ഗുർജർ പ്രതിഹാരാസിന്റെ റൂളർ ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ആരാണ്? അപ്പോൾ കൊടുത്തിരിക്കുന്നതിൽ നാഗഭട്ട 1 തന്നെയായിരുന്നു ഇവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളർ, അതായത് ഫൗണ്ടർ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ കൂടാതെ നാഗഭട്ട 2 ഉണ്ട്, മിഹിർ ഭോജ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ, മഹേന്ദ്രപാൽ, ഇവരൊക്കെ മറ്റുള്ള ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സാണ് ഗുർജർ പ്രതിഹാരാസിൻ്റെ. മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നത് ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു പാർലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതിൽ ഏതാണ് പാർലമെന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് 79 തൊട്ട് 122. ഏത് പാർട്ടിലാണ് വരുന്നത് എന്ന് ചോദിച്ചാലോ പാർട്ട് 5ൻ്റെ അകത്താണ് നമ്മുടെ പാർലമെന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ വരുന്നത്. What was the annual growth rate of population in India between 2001-2011? നമുക്കറിയാം നമ്മുടെ സെൻസസ് ഡെക്കേഡൽ സെൻസസ്, അത് നമ്മൾ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ലാസ്റ്റ് സെൻസസ് എടുത്തിരിക്കുന്നത് 2011 2021 സെൻസസ് കോവിഡ് കാരണം നടന്നിട്ടില്ല. സോ അതിന് മുന്നത്തെ സെൻസസ് 2001. അപ്പോൾ ഈ 2001 2011 ഇടയിൽ ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ എത്രയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് അപ്പോൾ 1.64% ആയിരുന്നു ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, 21st രാജീവ് ഗാന്ധി സദ്ഭാവന പുരസ്കാർ വാസ് ഗിവൺ ടു. ഗാന്ധിജിയുടെ രാജീവ് ഗാന്ധിജിയുടെ ബർത്ത്ഡേ ആയ 20th ഓഗസ്റ്റ്, അതാണ് നമ്മൾ സദ്ഭാവന ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിനോട് തന്നെ അനുബന്ധിച്ചിട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണ് സദ്ഭാവന പുരസ്കാർ, രാജീവ് ഗാന്ധി സദ്ഭാവന പുരസ്കാർ. ബേസിക്കലി നാഷണൽ ഇൻറ്റഗ്രേഷൻ, കമ്മ്യൂണൽ ഹാർമണി, ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ 21st രാജീവ് ഗാന്ധി സദ്ഭാവന പുരസ്കാർ കിട്ടിയത് സറോദ് പ്ലെയറായ ഉസ്താദ് അംജദ് അലി ഖാനാണ്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് 2023 25ാമത്തത് ലഭിച്ചത് ബാണസ്ഥലി വനസ്ഥലി എന്നും ചില ബുക്കിൻ്റെ അതുണ്ട്, രണ്ടും സെയിം ആണ്, ബന അത് തന്നെയാണ്. വനസ്ഥലി വിദ്യാപീഠനാണ് 2023 കേട്ടോ. സോ ലേറ്റസ്റ്റ് വൺ ആയിട്ടുള്ളത് അറിഞ്ഞിരിക്കണം. സോ 2023 വനസ്ഥലി വിദ്യാപീഠ്. വാട്ട് വാസ് ദ റിയൽ നെയിം ഓഫ് ബാബർ? ബാബറിൻ്റെ ശരിക്കുമുള്ളത് ഒഫീഷ്യൽ നെയിം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സഹീറുദ്ദീൻ മുഹമ്മദ് എന്നായിരുന്നു കേട്ടോ, സഹീറുദ്ദീൻ മുഹമ്മദ്. ഓക്കെ, ഹുമായൂൻ്റേതോ നസിറുദ്ദീൻ മുഹമ്മദ്, സഹീറുദ്ദീൻ, അത് കഴിഞ്ഞ് നസിറുദ്ദീൻ, അത് കഴിഞ്ഞിട്ട് അക്ബറിൻ്റേത് ജലാലുദ്ദീൻ മുഹമ്മദ് എന്നാണ്. ഓക്കെ, അക്ബറിൻ്റേത്. ജഹാംഗീറിൻ്റേത് നൂറുദ്ദീൻ മുഹമ്മദ് സലീം. ഷാജഹാൻ്റേത് ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഖുറം. ഔറംഗസേബിൻ്റേത് മുഹിയൽദീൻ മുഹമ്മദ്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരുടെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മുഗൾ റൂളേഴ്സ്. ഇത് കഴിഞ്ഞിട്ടും റൂളേഴ്സ് ഉണ്ട്, പക്ഷെ വീക്കാണ്. ഔറംഗസേബ് വരെയുള്ള റൂളേഴ്സാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതേ ഓർഡറിലും പഠിച്ചു വെക്കണം. അവരുടെ റിയൽ നെയിംസ്, ഒഫീഷ്യൽ നെയിംസും അറിഞ്ഞിരിക്കണം. രുദ്രാക്ഷ് പട്ടേൽ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഗെയിംസ്? ഏത് ഗെയിമിനോട് റിലേറ്റഡ് ആണ് രുദ്രാക്ഷ് പട്ടേൽ? ഈയിടെയായിട്ട് സ്പോർട്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ചോദിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊന്ന് പഠിച്ചു വയ്ക്കുക. കാരണം എസ്പെഷ്യലി ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞതൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഒളിമ്പിക്സ്, കോമൺവെൽത്തിലൊക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുള്ള ഇന്ത്യൻ സ്പോർട്സ് പേഴ്സൺസിൻ്റെ ഒക്കെ പേര് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ രുദ്രാക്ഷ് പട്ടേൽ ഷൂട്ടിങ്ങിനോട് റിലേറ്റഡ് ആണ്. ഓക്കെ, ഷൂട്ടിംഗ്. ഇന്ത്യൻ ഷൂട്ടേഴ്സിൻ്റെ കുറച്ച് പേരുടെ പേരിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പലതും നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടാവും. സൗരഭ് ചൗധരി, അഭിഷേക് വർമ്മ, ദിവ്യാജ് സിംഗ് പൻവാർ, സഞ്ജീവ് രാജ്പൂത്, ഗഗൻ നാരംഗ്, അഭിനവ് ബിന്ദ്ര.
പിന്നെ സിംഹരാജ് അധാന, മനു ഭാക്കേർ ഇപ്പോഴത്തെ ഒളിമ്പിക്സിന് 2 മെഡൽസ് നേടിയിരുന്നു. രാജ്യവർദ്ധൻ സിംഗ് റഠോർ ഒളിമ്പിക്സ് മെഡൽ നേടിയിട്ടുള്ളതാണ്. സ്വപ്നിൽ കുസേൽ. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷൂട്ടിങ്ങിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി അറിയപ്പെടുന്ന ആൾക്കാരാണ്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ. ഒരു ചെറിയ സെഷനായിരുന്നു. നമ്മൾ മെയിൻലി ഉദ്ദേശിച്ചിരുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണം. കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതല്ലാണ്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അറിയാമെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അടുത്ത സെഷനിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.